റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 12 മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. ഈ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിച്ചത് യഹൂദന്മാരിൽ നിന്നും അല്ലെങ്കിൽ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ കപടവിശ്വാസം, അവര് മറ്റുള്ളവരെ വിധിക്കുകയും എന്നാൽ ആ വിധിക്കുന്നത് അവർ തന്നെ ചെയ്യുകയും ചെയ്യുന്നതായ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. രണ്ടാമത് 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പക്ഷപാതരഹിതമായി വിധിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ മുഖപക്ഷമില്ല. ആര് തിന്മ പ്രവർത്തിച്ചാലും ആര് നന്മ പ്രവർത്തിച്ചാലും അതിന് തക്കവണ്ണം ദൈവം അവർക്ക് കൊടുക്കും എന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണപ്രകാരം ഉള്ള ന്യായവിധിയെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരാളുടെ പാപത്തെ അല്ലെങ്കിൽ തിന്മയെ ദൈവം കണക്കിടുന്നില്ല എന്നർത്ഥമില്ല. കണക്കിടുന്നുണ്ട്. ന്യായപ്രമാണം നൽകിയാലും അവരാരും ന്യായപ്രമാണത്തെ അനുസരിച്ച് ജീവിക്കുന്നവരല്ല എന്നുള്ളത് കൊണ്ട് അവരുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് ഒരു ന്യായവിധി അവർക്കും ഉണ്ടാകും എന്ന് നമ്മളവിടെ വായിക്കുന്നു. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു അവരുടെ മനസ്സിൽ ഒരു വലിയ ചിന്തയുണ്ട്. ന്യായപ്രമാണം അവർക്കാണ് ലഭിച്ചത്. അവരാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. മറ്റാരിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നില്ല. മറ്റാരെ സംബന്ധിച്ചും ദൈവത്തിന് യാതൊരു പരിപാടികളും ഇല്ല എന്നുള്ളതായ ശക്തമായ ഒരു ചിന്ത യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഞാനൊരു ശമര്യനോ ജാതിയോ അല്ലാത്തതിൽ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു സംസാരമുണ്ടായിരുന്നു എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം അവര് ന്യായപ്രമാണം കേൾക്കുകയും അതനുസരിക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായിട്ടാണ് അവരെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ നോക്കിയാനായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. മാത്രവുമല്ല ദൈവവചനത്തിൽ നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ന്യായപ്രമാണം കേൾക്കുന്നു അല്ലെങ്കിൽ ന്യായപ്രമാണം കൈവശമുണ്ട് എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. മറിച്ച് അത് ആചരിക്കുന്നവർക്കാണ് അതിൻ്റെ ഗുണഫലം എന്ന് നമുക്ക് ഇവിടെ വായിക്കുന്നുണ്ട്. അവിടെ നമുക്കൊരു പ്രമാണം നമുക്ക് അവിടെ നിന്ന് എടുക്കുവാനായിട്ട് സാധിക്കും, ഒരു പ്രിൻസിപ്പിൾ എടുക്കാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ ധാരാളം വചനം കേൾക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മളിൽ ഞാൻ ഉൾപ്പെടെ ദൈവവചനം പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളും ഉണ്ട്. ഈ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൽ അതിൽ തന്നെ യാതൊരു വക നീതിയും ഉളവാകുന്നതല്ല. മറിച്ച് അത് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും കേൾക്കുന്നവരും ഒക്കെ അത് ആചരിക്കുമ്പോഴാണ്, ദൈവവചനത്തിൻ്റെ അനുസരണത്തിൻ്റെ തലത്തിലേക്ക് അത് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന് പ്രയോജനം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം ദൈവവചനം കേൾക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. നാം കേട്ടതായിട്ടുള്ള ദൈവവചനത്തെ സംബന്ധിച്ച് നമുക്ക് അനുസരിക്കുവാനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ നാമൊക്കെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അന്യരൂപരായിട്ടുണ്ടാകുമായിരുന്നു എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ജഡികരായിട്ട് ജീവിച്ച് നമ്മുടെ ജനത്തിൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൽ ശിശുക്കൾ എന്നുള്ളതായ ആ ഒരു പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നിലനിൽക്കുന്ന ആളുകളാണ് ഇന്ന് ലോകത്തില് ബഹുഭൂരിപക്ഷം വരുന്നതായിട്ടുള്ള ക്രിസ്ത്യാനികൾ. അവർ വീണ്ടും ജനനം പ്രാപിച്ചവരാണോ എന്ന് ചോദിച്ചാലാണ്. എന്നാൽ അവർക്ക് ക്രിസ്തീയ ജീവിതത്തിൽ യാതൊരു വളർച്ചയും ഉണ്ടായിട്ടില്ല. അവരെ കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല.
കാരണം അവര് അനുസരണത്തിന്റെ കാര്യത്തിൽ, വളർച്ചയുടെ കാര്യത്തിൽ വളരെ പിറകിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവവചനം കേൾക്കുന്നതിലോ പഠിക്കുന്നതിലോ ഒരുപക്ഷെ ദൈവവചനത്തിൽ നിന്ന് നാം ക്വിസൊക്കെ നടത്തിയാൽ നല്ല മാർക്ക് വാങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മാർക്ക് വാങ്ങുന്നതിലോ ഒന്നും യാതൊരു കാര്യവുമില്ല. മറിച്ച് ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത് അത് അനുസരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്ത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കിയാൽ ആ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടി എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ കേൾക്കുന്നതിൽ അതിൽ തന്നെ യാതൊരു നന്മയുമില്ല. നാം പഠിക്കുന്നതിൽ അതിൽ തന്നെ യാതൊരു നന്മയുമില്ല. എന്നാൽ അനുസരിക്കുന്നതിലാണ് അതിൻ്റെ നന്മയുള്ളത്. ഒരുപക്ഷെ നാം വളരെ കാലം കേട്ടിട്ടും അത് ഒരു അനുസരണത്തിലേക്ക് വരുന്നില്ല എങ്കിൽ, അത് നമ്മുടെ വിശ്വാസമായി പരിണമിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ അമിതമായിട്ടുള്ള അനുസരണം കൂടാതെയുള്ള ദൈവവചന കേൾവി ഒരു മനുഷ്യന് ദോഷമായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. നമ്മൾ ദൈവവചനം ധാരാളമായിട്ട് കേൾക്കാൻ താല്പര്യമുണ്ട്. നമുക്ക് എല്ലാ ദിവസവും തന്നെ ദൈവവചന പഠനമുണ്ട്. അതുകൂടാതെ നമുക്ക് ധാരാളം ദൈവവചന പഠന ക്ലാസ്സുകൾ ഇന്ന് TV-യിലും യൂട്യൂബിലും ഒക്കെ ഉണ്ട്. എല്ലാം ഒന്നും ദൈവവചനത്തോട് നീതി പുലർത്തുന്നതല്ല എന്നുള്ളത് ശരിയാണ്. എങ്കിൽ തന്നെയും ധാരാളം വചനം നമുക്ക് കേൾക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. ആ കേൾക്കുന്നതിൽ തന്നെ എന്തെങ്കിലും ഒരു വലിയ നന്മയുണ്ട്, പുണ്യമുണ്ട് എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേൾക്കുന്നത് നമുക്ക് അനുസരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, അതിന് താല്പര്യവുമില്ല എങ്കിൽ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടിട്ട് നാം ഒരുപക്ഷെ ദൈവ സന്നിധിയിൽ നിന്നും കൂടുതൽ അകന്നു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കേട്ടിട്ട് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും അത് അനുസരണത്തിലേക്കല്ല വരുന്നതെങ്കിൽ അത് കൂടുതൽ കഠിനതയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നാം അത് മനസ്സിലാക്കുക മാത്രമല്ല, ഒരു ഭയവും നമുക്ക് അത് സംബന്ധിച്ച് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മാത്രവുമല്ല, ദൈവം എല്ലാ കാലത്തും നമ്മളോട് ഒരു അനുകൂല, ദൈവത്തിന്റെ കൃപ എല്ലാ കാലത്തും നമ്മളോട് ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ ധരിക്കരുത്. ഒരുപക്ഷെ നാം കേട്ട ദൈവവചനം അനുസരിക്കാൻ ദീർഘകാലം കൂട്ടാക്കാതിരുന്നാൽ ദൈവം നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള പരിപാടി അവസാനിപ്പിക്കും എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് അതിന്റെ സൂചന നമുക്ക് ലഭിക്കുന്നത് എഫേസോസിലെ സഭയുടെ ദൂതന് എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവിടെ നിങ്ങൾ മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടാഞ്ഞാൽ അതിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്നും ഞാൻ നീക്കിക്കളയും എന്നാണ് പറയുന്നത്. അപ്പോൾ മാനസാന്തരപ്പെടാനായിട്ട് ഒരു കാലഘട്ടം ദൈവം വെച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിലവിളക്ക് നീക്കിക്കളയുന്ന ഒരു സമയവുമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലൗദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുമ്പോഴും അവര് മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഞാൻ ഉമിണ്ണുകളയും. ഉമിണ്ണുകളയുക എന്ന് പറഞ്ഞാൽ തുപ്പിക്കളയുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവവചനത്തിന്റെ കേൾവി നമുക്ക് ധാരാളം നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം നൽകും. എന്നാൽ അതുകൊണ്ടൊന്നും നമുക്ക് മാനസാന്തരപ്പെടാനായിട്ട് കഴിയുന്നില്ല, നമുക്ക് താല്പര്യമില്ല, ജഡത്തെയനുസരിച്ച് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് തന്നെയാണ് ജീവിക്കുവാൻ നമുക്ക് താല്പര്യമെങ്കിൽ ദൈവം ഒരു സമയം നമുക്ക് മാനസാന്തരപ്പെടാൻ പോലും അവസരം ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ നാം ഏറെ ഗൗരവത്തോടെ കേൾക്കുകയും അത് നമ്മുടെ വിശ്വാസമായി പരിണമിക്കുവാനും ഇടയാകണം എന്ന് നാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് 13-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. യഹൂദന്മാർ ധാരാളം ന്യായപ്രമാണം ലഭിച്ചവരാണ്, അവർ പഠിക്കുന്നവരാണ്, അവർ കേൾക്കുന്നവരാണ്. എന്നാൽ അതിൽ തന്നെ നിങ്ങൾക്ക് പുകഴുവാനായിട്ട് ഒന്നുമില്ല എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. 14-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിൽ ഉള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. ജാതികളായിട്ടുള്ള ആളുകൾക്ക് ന്യായപ്രമാണം ഇല്ലല്ലോ, ഞങ്ങൾക്ക് ന്യായപ്രമാണം കിട്ടി, ഞങ്ങൾ ദൈവത്തിന്റെ വളരെ ശ്രേഷ്ഠമായ ഒരു ജാതിയാണ് എന്നൊക്കെ അവർ അവകാശപ്പെടുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നത്,
ന്യായപ്രമാണം ഇല്ലെങ്കിലും ന്യായപ്രമാണത്തിലെ പ്രമാണങ്ങൾ ജാതികൾ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അവരൊരു ന്യായപ്രമാണമായി തീരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് അവർക്ക് തന്നെ ഒരു ന്യായപ്രമാണമായിട്ട് അവർ തീരുന്നത് എന്നുള്ളത് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി അവരുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവം ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഭക്തന്മാരായിട്ട് ജീവിച്ചതായ അനേകം ആളുകളുടെ ചരിത്രം നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും. നമുക്ക് ശ്രദ്ധിച്ചാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വിശ്വാസത്താൽ ജീവിച്ചതായ, ദൈവത്തോട് ചേർന്ന് ജീവിച്ചതായ ഒരു പറ്റം ആളുകളുടെ പട്ടിക നമുക്ക് അവിടെ കാണുന്നുണ്ട്. പഴയ നിയമ പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്നാൽ അതിന് കാരണം എന്ന് പറയുന്നത് ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ ശരിതെറ്റുകളെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു പ്രമാണം മനുഷ്യന്റെ ഹൃദയത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ദൈവം നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ എടുത്താൽ പോലും അവർക്ക് ഒരു ദൈവികമായ ചിന്തയില്ല, ഒരു മതത്തിന്റെയും സ്വാധീനവും ഇല്ല എങ്കിലും അവർക്കൊക്കെ ഒരു നീതിബോധം ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നീതിബോധം അതിൻ്റെ അളവിനൊക്കെ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാലും പൊതുവിലുള്ള നീതിബോധം എന്ന് പറയുന്നത് ആളുകളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട ഒരു ദൈവിക പരിപാടിയാണ്. അത് മനസാക്ഷിയിലൂടെ വെളിപ്പെട്ടിട്ട് അങ്ങനെ ഒരു അനുസരണം, പ്രമാണം ഇല്ലാതെ തന്നെ ന്യായപ്രമാണം കൊടുക്കാതെ തന്നെ ന്യായപ്രമാണം അനുസരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ ചുറ്റും പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ന്യായപ്രമാണത്തിൽ ഉള്ളത് സ്വാഭാവികമായി ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഒരു ന്യായപ്രമാണമായി തീരുന്നു. അതായത് നിങ്ങൾക്ക് ന്യായപ്രമാണം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നിങ്ങളെക്കാൾ ഒരുപക്ഷെ മെച്ചമാണ് ജാതികൾ എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അപ്പോൾ എന്നാണ് ഈ ന്യായം വിധിക്കുന്നത്? ന്യായം വിധിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾക്കും ന്യായപ്രമാണം കൊടുത്തതായിട്ടുള്ള യഹൂദന്മാർക്കും ഒരു ന്യായവിധിയുണ്ട്. അതെന്നാണ് ആ ന്യായവിധി? ആ ന്യായവിധി ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നതായിട്ടുള്ള സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിനകത്ത് യഹൂദനെന്നോ ജാതി എന്നോ ഒരു വ്യത്യാസമില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് ലോകത്തിലുള്ള സകല മനുഷ്യരും അവരെ ന്യായം വിധിക്കാനായിട്ട് പോകുന്നത് പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചതായിട്ടുള്ള സുവിശേഷ പ്രകാരമാണ്. അതെന്താണ്? ന്യായപ്രമാണ കാലഘട്ടത്തോ അല്ലെങ്കിൽ മനസാക്ഷി യുഗത്തിലോ ജീവിച്ചിരുന്ന ആളുകളെയും സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വിധിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഒരു പക്ഷേ വളരെ പെട്ടെന്നൊരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമാണ്. അത് കർത്താവിന്റെ വരവിന് മുമ്പും അല്ലെങ്കിൽ യാഗമരണത്തിന് മുമ്പും അതിന് ശേഷവുമുള്ള ആളുകൾക്ക് എല്ലാവർക്കും അവരുടെ പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം, ആ യാഗം, അത് മാത്രമാണ് എന്നുള്ളതാണ്. അവരെല്ലാവരും അത് മുമ്പോട്ട് നോക്കി, നാം ഇപ്പോൾ അത് പുറകോട്ട് നോക്കുന്നു എന്നുള്ളതാണ്. ദൈവം അത് കണക്കിടുന്നത് ആ കാൽവരി യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമ പുസ്തകമായിരിക്കുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും വിശ്വാസത്താൽ ജീവിച്ച ആളുകളെ കുറിച്ച് നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. വിശ്വാസത്താലായിരുന്നു നോഹ ജീവിച്ചത്, വിശ്വാസത്താലായിരുന്നു ഹാനോക്ക് ജീവിച്ചത്, വിശ്വാസത്താലായിരുന്നു അബ്രഹാം ജീവിച്ചത്. ഇന്നും ഈ കർത്താവിന്റെ യാഗ മരണത്തിന് ശേഷവും ഈ കൃപായുഗത്തിലും നാമും ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസത്താലാണ് എല്ലാ കാലത്തും എല്ലാവരും നീതീകരിക്കപ്പെടുന്നത്
എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എന്നാൽ പലരും പഴയ നിയമകാലത്തെ ന്യായപ്രമാണത്തിന്റെ കാലത്തൊക്കെ മനുഷ്യരെ അവരുടെ പ്രവൃത്തിയാലാണ് ന്യായം വിധിക്കുന്നത് എന്ന് പറയാറുണ്ട്, അങ്ങനെ ചിന്തിക്കാറുണ്ട്. അതുമാത്രവുമല്ല, ഈ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മനുഷ്യരെയും അവരുടെ പ്രവൃത്തികളാലാണ് ന്യായം വിധിക്കുന്നത് എന്ന് ഒരു തെറ്റിദ്ധാരണ പരത്തുന്നതായിട്ടുള്ള വാക്കുകൾ നമുക്ക് കാണുവാനായിട്ടും കേൾക്കുവാനായിട്ടും സാധിക്കും. എന്നാൽ അങ്ങനെയല്ല. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം വെളിപ്പെട്ടതായിട്ടുള്ള സുവിശേഷമാണ് ലോക ചരിത്രത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ന്യായവിധിക്ക് അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നീയോ യഹൂദൻ എന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ അവന്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നെങ്കിൽ. അപ്പോൾ ഇവിടെ യഹൂദന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് അവർക്കുള്ള പ്രത്യേകത? യഹൂദൻ എന്ന പേർ കൊണ്ടും അവർക്ക് ന്യായപ്രമാണം ലഭിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, അവര് ദൈവത്തിൽ പ്രശംസിക്കുന്നവരാണ്. ഒരുപക്ഷെ ജാതികളായിട്ടുള്ള ആളുകൾ സത്യദൈവത്തിൽ അല്ല അവർ പ്രശംസിക്കുന്നത്. അവരൊരു പക്ഷേ അവരുടെ ദേവീ ദേവന്മാരിലായിരിക്കാം, അല്ല എങ്കിൽ ഏതെങ്കിലും പ്രകൃതി ശക്തികളെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ആളുകളായിരിക്കാം. എന്നാൽ ദൈവത്തെ ചിന്തിക്കുന്ന, ദൈവത്തെ അറിയുന്നതായിട്ടുള്ള ആളുകളാണ് യഹൂദന്മാർ. ന്യായപ്രമാണത്തിലൂടെ ദൈവത്തെ സംബന്ധിച്ച് ധാരാളം വെളിപ്പാടുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ദൈവത്തിലൊരു പ്രശംസയുണ്ട്, സത്യദൈവത്തിലൊരു പ്രശംസ അവർക്കുണ്ട്. അതൊക്കെ അവർ ന്യായപ്രമാണത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും, ജാതികൾക്ക് ദൈവേഷ്ടം മനസ്സിലാക്കിയതിനേക്കാൾ യഹൂദന്മാർക്ക് ന്യായപ്രമാണം ലഭിക്കുന്നത് വഴി ദൈവത്തിന്റെ ഇഷ്ടം അറിയുവാനും ഭേദാഭേദങ്ങളെ, ശരിതെറ്റുകളെ വിവേചിക്കുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് സത്യം, എന്താണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്നുള്ളതൊക്കെ യഹൂദന്മാരായിട്ടുള്ള ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ കുരുടർക്ക് വഴികാട്ടുന്നവരെന്നാണ്. കാരണം ജാതികളായിട്ടുള്ള ആളുകൾക്ക് ന്യായപ്രമാണം ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവർക്ക് ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുവാനായിട്ട് കഴിയുന്നില്ല, സത്യദൈവത്തിൽ പ്രശംസിക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ന്യായപ്രമാണം പഠിച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ശരിതെറ്റുകളെക്കുറിച്ചോ അവർക്ക് വിവേചിക്കുവാനായിട്ട് കഴിയുന്നില്ല. ജ്ഞാനമോ സത്യമോ അതിന്റെ സ്വരൂപമൊന്നും അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സകല മനുഷ്യർക്കും വഴികാട്ടികളായിട്ടിരിക്കുന്നത് ഞങ്ങളാണ് എന്നുള്ള ഒരു അഹങ്കാരം യഥാർത്ഥത്തിൽ ഈ യഹൂദന്മാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ട്. അതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. കുരുടർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നുവെങ്കിൽ, അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, കുരുടർക്ക് വഴികാട്ടുന്നവരാണ് ഞങ്ങൾ, ഇരുട്ടിലുള്ളവർക്ക് ഞങ്ങൾ വെളിച്ചമാണ്, ഞങ്ങൾ മൂഢരെ പഠിപ്പിക്കുന്നവരാണ്, ഞങ്ങൾ ശിശുക്കൾക്ക് ഉപദേഷ്ടാവാണ്. ഇതൊരു യഹൂദന്റെ മനോഭാവമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വരച്ച് കാണിക്കുന്നത്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവർക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ന്യായപ്രമാണവുമാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? അപ്പോൾ അവര് അവകാശപ്പെട്ടത് 4 കാര്യങ്ങളാണ്. എന്നാൽ അവര് തെറ്റിപ്പോയിരിക്കുന്നതും ഒരു 4 കാര്യങ്ങളായിട്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. എന്തൊക്കെയാണ്? അന്യനെ ഉപദേശിക്കുന്നു, എന്നാൽ നീ നിന്നെ തന്നെ ഉപദേശിക്കുന്നില്ല. നീ മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്നു, എന്നാൽ നീ മോഷ്ടിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നു, എന്നാൽ നീ വ്യഭിചാരം ചെയ്യുന്നു. നീ വിഗ്രഹങ്ങളെ വെറുക്കുന്ന, പക്ഷെ നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നു. ന്യായപ്രമാണത്തിൽ നീ പ്രശംസിക്കുന്നു, എന്നാൽ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ വലിയ ആളുകളാണ് എന്ന് 4 വിധത്തിൽ അവരെ കുറിച്ച് തന്നെ അഹങ്കരിക്കുമ്പോൾ, നിഗളിക്കുമ്പോൾ, അതേ 4 വിധത്തിൽ
അവരൊരു പരാജയമാണ്, ദൈവസന്നിധിയിൽ അവരെ സംബന്ധിച്ച് പ്രശംസിക്കുവാനായിട്ട് യാതൊന്നുമില്ല എന്നിവിടെ പൗലോസ് പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇവിടെയും നമുക്ക് ഒരു പ്രമാണം കാണുവാനായിട്ട് സാധിക്കും. നാമും ദൈവവചനം ലഭിച്ചതായിട്ടുള്ള ആളുകളാണ്. ന്യായപ്രമാണത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള വചനമാണ് നമ്മളുടെ കയ്യിലുള്ളത്. ന്യായപ്രമാണത്തിൽ എന്തെങ്കിലും കുറവുണ്ട് എന്നുള്ള നിലയിലല്ല, മറിച്ച് ന്യായപ്രമാണത്തിൽ പലതും അപൂർണമായിരുന്നു, പലതും നിഴലുകളായിരുന്നു. എന്നാൽ അതിൻ്റെ എല്ലാം പൊരുളുകൾ നമുക്ക് പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് വെളിപ്പെട്ടിരിക്കുന്നത്. പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഇന്ന് പുത്രൻ മുഖാന്തരം എന്ന് നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ എല്ലാ പൂർത്തീകരണവും നമുക്ക് ഇന്ന് ഈ കൃപാകാലഘട്ടം എന്ന് പറയുന്നത് അതിൽ പൂർണ്ണമായ ഒരു ശരിയില്ല, എന്നാൽ അതിലൊരു ശരിയുണ്ട് താനും എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ. ഈ കൃപാകാലഘട്ടത്തിൽ നമുക്ക് ഏറെ ദൈവിക ഇഷ്ടങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. വെളിച്ചം ധാരാളം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ധാരാളം ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ്. ധാരാളം കേൾക്കുന്നുണ്ട്. എങ്കിലും നമ്മളോടും ഇതേ ചോദ്യം ദൈവം ചോദിക്കുമോ എന്നുള്ളത് നാം ഒന്ന് ആലോചിക്കുന്നത്, ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇതേ ചോദ്യം നമ്മളുടെ നേരെയും വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതേ പരാജയം നമ്മുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ എന്താണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം? മോഷ്ടിക്കരുത് എന്ന് വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് നാം മോഷ്ടിക്കുന്നവരാണോ? അതുപോലെ തന്നെ വ്യഭിചാരം ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്ന ആളുകളായിട്ട് നാം ഇരുന്നിട്ട് നാം വ്യഭിചാരം ചെയ്യുന്നവരാണോ? സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഗ്രഹങ്ങളെ വെറുക്കുന്ന നാം ഒരുപക്ഷെ ക്ഷേത്രം കവർ ചെയ്യുവാനായിട്ട് പോകുന്നില്ലായിരിക്കാം. എന്നാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള വിഗ്രഹങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെയാണ് അവരുടെ വിഗ്രഹം. അവരെ തന്നെയാണ് ആരാധിക്കുന്നത്. അവരെ തന്നെയാണ് മറ്റുള്ളവരുടെ മുമ്പാകെ വലിയ ആളുകളായിട്ട് കാണിക്കുന്നത്. മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഗ്രഹം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവരുടെ സമ്പത്താണ്. അത് വിട്ടുകളയുവാനായിട്ടോ അതിൽ ആനന്ദിക്കുകയും അതിനെ ആരാധിക്കുകയും അല്ലെങ്കിൽ മാമോനെ സേവിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ വീണ്ടും നമ്മൾ നോക്കിയാൽ നമ്മളുടെ വിഗ്രഹങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഒരുപക്ഷെ നമുക്ക് വിഗ്രഹങ്ങളായി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദൈവവചനം അനുസരിക്കുന്നതിന് നമ്മുടെ ബന്ധങ്ങൾ നമുക്കൊരു തടസ്സമാണ് എങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ഒരു വിഗ്രഹമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. അല്ല, ചിലപ്പോൾ ഒരുപക്ഷെ നാം ആയിരിക്കുന്നതായിട്ടുള്ള സഭകളോ അതല്ല എങ്കിൽ മതങ്ങളോ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളോ ദൈവത്തെ സത്യമായി സേവിക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്നുവെങ്കിൽ അതും നമ്മളുടെ ഒരു വിഗ്രഹമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. ദ്രവ്യാഗ്രഹത്തെ വിഗ്രഹാരാധന എന്ന് വളരെ കൃത്യമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചും ഒരു വലിയ ചോദ്യമാണ്. നാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം പഠിക്കുകയും പഠിപ്പിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടും അത് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ പുലർത്തി പോകുന്നതായിട്ടുള്ള ആളുകളാണെങ്കിൽ അത് ഒരു ദൈവസന്നിധിയിൽ ഒട്ടും പ്രസാദമല്ല. നമുക്ക് ഈ ദൈവവചനം ലഭിച്ചിരിക്കുന്നു, നാം അതിൽ നിന്നും ധാരാളം വെളിച്ചം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിയെ ഒന്ന് പ്രകാശിപ്പിച്ചിട്ടുണ്ടാകും. അതിനപ്പുറം അതിന് യാതൊരു വക ആത്മീയ പ്രയോജനവും നമുക്ക് ലഭിക്കുകയുമില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം 24-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കണ്ടിട്ട്, നമ്മുടെ വാക്കുകൾ കേട്ടിട്ട്, നമ്മുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ കണ്ടിട്ട് നമ്മുടെ ദൈവത്തെ യഥാർത്ഥത്തിൽ ആളുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നാം ഒരുപക്ഷെ പലപ്പോഴും ഇന്ന് നമ്മളെക്കുറിച്ച് എന്ന് നമുക്ക് പറയാൻ ഒക്കുകയില്ല, എന്നാൽ ഇന്ന് അനേക സഭകളിലുമുള്ളതായ ആളുകൾ, അതിലെ അംഗങ്ങളും അതുപോലെ തന്നെ സഭയിലെ നേതാക്കന്മാരുടെയും ജീവിതത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ
അവർക്ക് ഈ ലോകത്തിലെ ജാതികളായിട്ടുള്ള ആളുകളുടെ ജീവിത രീതിയും ശൈലിയും ലക്ഷ്യവും, അല്ലെങ്കിൽ അവർക്ക് ജാതികൾക്കുള്ള ഒരു പ്രമാണം പോലും, ഒരു മൂല്യബോധം പോലും ഇന്ന് അനേക സഭകളിലും ഈ വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, അല്ലെങ്കിൽ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. നാം നിമിത്തം, അല്ലെങ്കിൽ ഞാൻ നിമിത്തം, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടൊരു ആവശ്യമുണ്ട്. ഞാൻ നിമിത്തം ദൈവത്തിന്റെ നാമം മറ്റുള്ളവരുടെ മുമ്പാകെ ദുഷിക്കപ്പെടുന്നുണ്ടോ? അതിനുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് പറയുന്നത്, അവർ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവര്. അവന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്, അവർ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നതും കർത്താവിന് ലോകാപവാദം വരുത്തുന്നതുമായിട്ടുള്ള ഒരു ജീവിതമാണോ നമുക്കുള്ളത്? നാം ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി ജീവിക്കണം എന്നുള്ളതാണ് നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവിക പരിപാടി എന്ന് പറയുന്നത്. നാം ലോകത്തിന്റെ ആകുമ്പോൾ നമ്മെ കാണുന്നവർ യഥാർത്ഥത്തിൽ വെളിച്ചം കാണേണ്ടത് ആവശ്യമാണ്. നമ്മളിൽ ആ ദൈവിക ജീവൻ ഉണ്ടെങ്കിൽ ആ വെളിച്ചം നമുക്ക് കാണുവാനായിട്ട്, മറ്റുള്ളവർക്ക് കാണിക്കുവാനായിട്ട് സാധിക്കും. ആ ദൈവിക ജീവൻ നമ്മളിൽ ഉണ്ടെങ്കിൽ. കാരണം നമ്മളിലുള്ള ദൈവിക ജീവനാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുന്നത്. നാം കർത്താവിനെ കുറിച്ചും അങ്ങനെയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച കർത്താവിനോട് നാം ചേർന്നിരിക്കുന്നുവെങ്കിൽ ആ കർത്താവിലുള്ളതായിട്ടുള്ള ആ നിത്യജീവന്, ആ ദൈവിക ജീവന് നമുക്കും ഒരു പങ്കാളിത്തമുണ്ട്. അങ്ങനെ നാം ആ ദൈവിക ജീവന്റെ സമൃദ്ധി അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് ഒരു നന്മയായിട്ട്, ഉപ്പായി തീരുക എന്ന് പറഞ്ഞാൽ രുചി, ഉപ്പാണ് എല്ലാത്തിനും രുചി കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ. നമുക്ക് മറ്റുള്ളവർക്ക് ഒരു നന്മയായി തീരുവാൻ, രുചിയായി തീരുവാൻ, ഉപ്പായി തീരുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ലോകത്തിന് വെളിച്ചവും ഭൂമിക്കുപ്പുമായി ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുവാനായിട്ടല്ല, ഇവരുടെ ദൈവം സത്യദൈവം, ഇവരുടെ ദൈവം ശ്രേഷ്ഠ ദൈവം, ഇവരുടെ ജീവിതം, ഇവരുടെ ദൈവം ഇവരുടെ ജീവിതത്തെ ഏറെ മാറ്റിമറിച്ചിരിക്കുന്നു എന്ന് ആളുകൾ കാണുകയും മനസ്സിലാക്കുകയും ആ ക്രിസ്തുവിലേക്ക് അവര് ആകർഷിക്കപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ ജീവിതം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതാണോ? അതെയോ നമ്മളെയൊക്കെ കണ്ടിട്ട് ഇവരൊക്കെ പോകുന്ന സഭയിൽ പോകുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണോ ആളുകൾ ചിന്തിക്കുന്നത്? നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിയമുള്ളവർ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിന്റെ പഠനം, വായന, കേൾവി നമ്മളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം, വലിയ വ്യത്യാസം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അതിന് നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുകയും മാനസാന്തരപ്പെടുവാൻ നമുക്കുള്ള എല്ലാ മേഖലകളിലും നാം മാനസാന്തരപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതല്ല എങ്കിൽ ദൈവത്തിന്റെ നാമം നമ്മളിലൂടെ ജാതികളുടെ മുമ്പാകെ ദുഷിക്കപ്പെടും. സർവശക്തനായ ദൈവം നമ്മെ ഈ വചനത്തിലൂടെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. മാനസാന്തരപ്പെടുവാൻ നമുക്ക് ഇടയാകട്ടെ. അവന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.